സോ ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ICSE സ്റ്റുഡൻസിൻ്റെ ബയോളജിയുടെ അടുത്ത ചാപ്റ്ററായി ദ റെസ്പിറേറ്ററി സിസ്റ്റമായിട്ടാണ്. ദ ഇൻക്രെഡിബിൾ ജേർണി ഓഫ് എ സിംഗിൾ ബ്രീത്ത്. ഫോളോ ദ പാത്ത് എയർ ആസ് ഇറ്റ് ട്രാവൽസ് ത്രൂ യുവർ ബോഡി ടു ക്രിയേറ്റ് എനർജി ഫോർ ലൈഫ്. അപ്പം നമുക്കിത് പഠിക്കാനുള്ളത് റെസ്പിറേറ്ററി സിസ്റ്റത്തെ കുറിച്ചാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ എന്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മിഷനാണ് നോക്കാനുള്ളത്. ദ മിഷൻ, വൈ വി ബ്രീത്ത്. എവറി സെൽ ഇൻ യുവർ ബോഡി നീഡ്സ് എനർജി. റെസ്പിറേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് അൺലോക്കിംഗ് ദ എനർജി ഫ്രം ഫുഡ്. അവർ ബോഡി യൂസസ് ഫുഡ് ലൈക്ക് ഗ്ലൂക്കോസ് ആസ് ഇറ്റ്സ് ഫ്യൂവൽ. ടു റിലീസ് ദ എനർജി ഫ്രം ദ ഫ്യൂവൽ, അവർ ബോഡി നീഡ്സ് എ കീ, oxygen. This process is called oxidation. Our mission to deliver oxygen to every cell and remove the waste product carbon dioxide. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബ്രീത്തിങ്ങിനകത്തൂടെ ചെയ്യേണ്ട എന്തുവാണെന്നാണ്. നമ്മുടെ എല്ലാ സെല്ലിനും എനർജി വേണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും നമ്മൾ എന്തെടുക്കും, ഗ്ലൂക്കോസായിട്ട്, ഫുഡ് ലൈക്ക് ഗ്ലൂക്കോസ് ആസ് ഈസ് ഫ്യൂവൽ, അതിൻ്റെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഇന്ധനത്തിനെ പ്രവർത്തിപ്പിക്കുക അല്ലെങ്കിൽ ഈ ഇന്ധനത്തിനെ റിലീസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു കീ വേണം. ആ കീയുടെ പേരാണ് ഓക്സിജൻ. പിന്നെ നമുക്ക് വേറൊരു നമ്മൾ എല്ലാ സെല്ലിലോട്ടും ഓക്സിജൻ എത്തിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യുകയും ചെയ്യണം. അതാണ് നമ്മുടെ മെയിൻ കാര്യം. അടുത്തതാണ് ജേർണി മാപ്പ്, ദ റെസ്പിറേറ്ററി ട്രാക്ട്. നമുക്ക് ഈ പടത്തിൽ കാണാം. ഫസ്റ്റ് തന്നെ നോസ്, പിന്നെ ഫാരിനിക്സ്, ലാരിനിക്സ്, ട്രക്കിയ, ബ്രോൺച്ചി, ലങ്സ്. ഇപ്പം ലങ്സിൽ തന്നെ അൽവിയോളി എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്മാൾ സാക്സ് ആണെന്ന്. ഈ ഇതിനകത്തുള്ള ലങ്സിലുള്ള ഒരു ഇതാണ്. അടുത്ത ചെക്ക് പോയിൻറ്റ് 1, ദ ഗേറ്റ് വേ, നോസ് ആൻഡ് ഫാരിനിക്സ്. അവർ ജേർണി ബിഗിൻ ഹിയർ വേർ ഇൻകമിങ് എയർ ഈസ് ഫിൽറ്റേർഡ്, വാംഡ് ആൻഡ് മോയ്സ്റ്റ്. എന്നിട്ട് ഈ എയറിനെ എടുക്കുന്നത് ഇവിടെ വെച്ചാണ്, ഫിൽട്ടർ ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്, ഇത് മോയ്സ്റ്റ് ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്. എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഇവിടെയാണ് പരിപാടി. ഫസ്റ്റ് തന്നെ നോസിൽ നോക്കാം. ഫിൽട്രേഷൻ സ്റ്റേഷൻ, എ ഹെയറി ലൈനിങ് ആൻഡ് സ്റ്റിക്കി മെസ്സസ് ഇൻ ദ നാസൽ ചേംബർ ട്രാപ്പ് ഡസ്റ്റ് ആൻഡ് ജേംസ് പ്രിവെൻറ്റിങ് ദം ഫ്രം റീച്ചിങ് ഔട്ട് ദ ലങ്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽട്രേഷൻ സ്റ്റേഷനായിട്ടാണ് എന്തെടുത്തിരിക്കുന്നത്, നമ്മൾ നോസിനെ കണക്കാക്കിയിരിക്കുന്നത്. ആ നോസ് നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഹെയർ അല്ലെങ്കിൽ ചെറിയ രോമങ്ങളുണ്ടല്ലോ, അതെന്തോ എടുക്കും. ഈ കുറച്ച് പൊടികളെയും ജെയിംസിനെയും ഒന്നും എന്തെടുക്കത്തില്ല, ലങ്സിലോട്ട് എത്തിക്കത്തില്ല. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ക്ലൈമറ്റിക് കൺട്രോൾ. The nasal chamber also warms the moisture the air to match our body's internal environment. നമ്മുടെ നെസൽ ചാമ്പർ എന്തെടുക്കും, നമ്മുടെ ഈ ഓൾസോ വാംസ് ദ മോയ്സ്റ്റൻസ് ദ എയർ. പിന്നെ എന്തെടുക്കും, നമ്മുടെ എയറിന് എന്തെടുക്കും, വാംസും പിന്നെ മോയ്സ്റ്റൻസും ആക്കും നമ്മുടെ ബോഡീസ് internal environments. Pharynx, the cross throats. Pharynx or throat is a common passage for both air and food. Air passes through it to reach the windpipe. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാരനിക്സ് ഓർ ത്രോട്ട്, നമ്മുടെ തൊണ്ട, ഈസ് കോമൺ പാസേജ് ഫോർ എയർ ആൻഡ് ഫുഡ്. എയറിനും ഫുഡിനെയും ഒരേപോലെ കടത്തിവിടുന്നതാണ് ഫാരനിക്സ്. പാസസ് ത്രൂ ഇറ്റ് ടു റീച്ച് ദ വിൻഡ് പൈപ്പ്. ഇതിലൂടെ പോയാലേ എന്തെടുക്കത്തുള്ളൂ, വിൻഡ് പൈപ്പ് എത്താൻ പറ്റത്തുള്ളൂ. നമുക്ക് അടുത്തായിട്ട് നമ്മൾ ചെക്ക് പോയിൻറ്റ്, ദ ഗാർഡിയൻ ഓഫ് ദ വോയിസ്, ലാരിനിക്സ്. ക്ലെവർ സ്ട്രക്ചർ ബോത്ത് ക്രിയേറ്റ് സൗണ്ട് ആൻഡ് പ്രൊട്ടക്ട്സ് അവർ എയർവേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്ലെവറായിട്ടുള്ള സ്ട്രക്ചർ നമ്മുടെ എന്തെടുക്കും, പ്രൊട്ടക്ട് സൗണ്ടിനെയും ക്രിയേറ്റ് സൗണ്ട് എന്ന് പറയുമ്പം സൗണ്ടിനെ ഉണ്ടാക്കുകയും എയർവേനെ എന്തെടുക്കും, പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. ദ വോയിസ്, ദ ലാരിനിക്സ് കണ്ടെയ്ൻസ് ലിഗമെൻറ്റ്സ് ഫോൾസ് കാൾഡ് വോക്കൽ കോഡ്സ്. ലാരിനിക്സിൽ 2 ലിഗമെൻറ്റസ് ഫോൾസ് ഉണ്ട്, അതിനെ പറയുന്നതാണ് വോക്കൽ കോഡ്സ്. വെൻ എയർ ഈസ് എക്സ്പെൽഡ് ഇറ്റ് വൈബ്രേറ്റ് ദീസ് കോഡ്സ് ടു പ്രൊഡ്യൂസ് സൗണ്ട്. എയറിനെ അല്ലെങ്കിൽ എക്സ്പെൽ ചെയ്യുമ്പോൾ സമയത്ത് ഇത് വൈബ്രേറ്റ് ആകും, അങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ആകുന്നത്. ഇത് ഗേറ്റ് ക്രീപ്പർ. The opening in the windpipe is guarded by a muscular flap called the epiglottis. It snaps shut when you swallow, preventing food from going the wrong way. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ നമ്മുടെ ഫാരിനിക്സ് ഈ 2 എന്ന് പറയുമ്പോൾ ഫുഡും എയറും ഒരേ കൂട്ട് പോകുന്നതാണ് ഇത് വഴി ഫാരിനിക്സിൽ കൂടെ. അപ്പം ആ ഒരു ഗേറ്റ് കീപ്പർ അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടിസ് ആണ് എന്തോ എടുക്കുന്നത്. ഈ എന്ന് പറയുമ്പോൾ വിൻഡ് പൈപ്പും ഉണ്ട്, പിന്നെ ഫുഡ് ഓസോഫാഗസിലോട്ട് പോകണമല്ലോ.
ആ സമയത്ത് തന്നെ നേരെ എന്ത് കൊടുക്കും, വിൻഡ് പൈപ്പിലോട്ട് ചെല്ലാൻ നമ്മൾ വിൻഡ് പൈപ്പിലോട്ട് പോകേണ്ടത് വിൻഡ് പൈപ്പിലോട്ട്, പിന്നെ ഓസോഫാഗസ് അല്ലെങ്കിൽ തൊണ്ടയിലോട്ട്, അല്ലെങ്കിൽ നമുക്ക് ഫുഡ് ആകേണ്ടതെല്ലാം ഫുഡിലോട്ടും പോകാനുള്ളൊരു എന്ന് പറയുമ്പോൾ ഇപ്പോൾ തെറ്റായി പോകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സ്ഥലത്തോട്ട് ഇപ്പം ഫുഡ് ശ്വാസം എന്ന് പറയുമ്പോൾ നമ്മുടെ വിൻഡ് പൈപ്പിൽ ചെന്ന് ചിലയിടത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ വിൻഡ് പൈപ്പിൽ ചെന്ന് കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മളെന്ന് എടുക്കും, മരിച്ചു പോകും. എമർജൻസി റെസ്പോൺസ്: എ കഫ് ഈസ് യുവർ ബോഡീസ് റിയാക്ഷൻ വെൻ എപ്പിഗ്ലോട്ടിസ് ഡസൻറ്റ് ക്ലോസ് കംപ്ലീറ്റ്ലി ആൻഡ് ഫുഡ് ആക്സിഡൻ്റലി എൻ്റർ ദ വിൻഡ് പൈപ്പ്. എമർജൻസി റെസ്പോൺസ്: നമ്മൾ ചുമക്കത്തില്ലയോ, നമ്മുടെ തൊണ്ടയിൽ എന്തെങ്കിലും കയറുവാണെങ്കിൽ നമ്മൾ ചുമക്കുമ്പോഴത്തേക്കും എന്ത് കൊടുക്കും, അത് പെട്ടെന്ന് നമുക്ക് ചുമക്കുമ്പോഴത്തേക്കും അത് ശരിയാവുമല്ലോ. നമുക്ക് അടുത്തതായിട്ടുള്ളത് സൂപ്പർ ഹൈവേ ട്രാക്കിയ ആൻഡ് ബ്രോൺസി. ഇത് എയർ നൗ ട്രാവൽസ് ഡൗൺ എ റീഇൻഫോഴ്സ്ഡ് ട്യൂബ് ദാറ്റ് ബ്രാഞ്ചസ് ഇൻ ടു 2 ലങ്സ്. എന്ന് പറയുമ്പം നമ്മുടെ എയർ എന്ത് കൊടുക്കും ഈ ട്രാവൽസ് എന്ന് പറയുമ്പം ഒരു 2 റീഇൻഫോഴ്സ്ഡ് ട്യൂബ്സിലേക്ക് എന്ത് കൊടുക്കും, ട്രാവൽ ചെയ്യും. ആ 2 ഇതാണ് 2 ലങ്സ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ട്രക്ക് ചെയ്ത് നോക്കാം. Its the wall are strengthened by C-shaped rings of cartilage which prevent the tube from collapsing. അതിന് ട്രക്ക് ചെയ്യുക വിൻഡ് പൈപ്പാണ്. അതിന് എന്ന് പറയുമ്പം ഒരു വാൾ ആർ സ്ട്രെങ്തൻഡ് ബൈ C-shaped റിങ്സ്. C ഷേപ്പിലുള്ള റിങ്സ് കൊണ്ട് റിങ്സ് ഓഫ് കാർട്ടിലേജ്, റിങ്സ് എന്തിൻ്റെയാണ്, കാർട്ടിലേജിൻ്റെ റിങ്സ് കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത്. വിച്ച് പ്രിവെൻറ്റ് ദ ട്യൂബ് ഫ്രം കൊളാപ്സിങ്. ആ ട്യൂബിന് എന്ത് കൊടുക്കും, കൊളാപ്സ് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും. ലൈനഡ് വിത്ത് സില്യ ദാറ്റ് പുഷസ് അൺവാണ്ടഡ് പാർട്ടിക്കിൾസ് ഔട്ട്. ഒരു ലൈൻ വിത്ത് സില്യ അതെന്ത് കൊടുക്കും, ആവശ്യമില്ലാത്ത വസ്തുക്കളെ പുറത്തുള്ളൂ. ബ്രോൺചി: ദ ട്രക്കിയ ഡിവൈഡ്സ് ഇൻ ടു 2 മെയിൻ പാർട്സ് branches called bronchi, one leading into each lungs. Inside the എന്ന് പറയുമ്പം ഒരെണ്ണം എന്ത് കൊടുക്കും, ലങ്സിലോട്ട് ലീഡ് ചെയ്യുന്നതാണ്. ഒരെണ്ണം 2 ലങ്സിലോട്ട് ലീഡ് ചെയ്യുന്നതാണ്. ട്രക്കിയ ഡിവൈഡ് ഇൻറ്റു 2. ദ മെയിൻ ബ്രാഞ്ച് കാൾഡ് ബ്രോൺചി. മെയിൻ ബ്രാഞ്ചിന് പറയുന്നതാണ് ബ്രോൺചി. അതെന്ത് കൊടുക്കും, എയറിനെ എന്ത് കൊടുക്കും, 2 ലങ്സിലേക്കും ആക്കും. Inside the lungs, the bronchi divide into smaller branches called bronchioles. അങ്ങനെ ഈ ബ്രോഞ്ചിയുടെ ഉള്ളിൽ കൊടുക്കും, പിന്നെ അത് ഡിവൈഡ് ആയിട്ട് സ്മാളർ പാർട്സ് ആവും. അതിനാണ് ബ്രോഞ്ചിയോൾസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വരാൻ പോകുന്ന ഡെസ്റ്റിനേഷൻ, ഇത് എക്സ്ചേഞ്ച് സോൺ, ലങ്സ് ആൻഡ് അൽവിയോളി. വി റീച്ച്ഡ് ദ എൻഡ് ഓഫ് ദ ലൈൻ, മില്യൺസ് ഓഫ് ടൈനി എയർ സാക്സ് വെയർ ദ റിയൽ മാജിക് ഹാപ്പൻസ്. എന്ന് പറയുമ്പോൾ നമ്മളെന്ത് കൊടുത്തു, ഏകദേശം അവസാനം എത്തി. അബൌട്ട് ദ ലങ്സ്, എ പെയർ ഓഫ് പിങ്ക് സ്പോഞ്ചി ആൻഡ് ഇലാസ്റ്റിക് ഓർഗൻസ്. ലങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പെയർ എന്ന് പറയുമ്പോൾ 2 ഓഫ് പിങ്ക് എന്ന് പറയുമ്പം പിങ്ക് കളറിലുള്ള സ്പോഞ്ചി ആയിട്ടുള്ള ശ്വാസകോശം, സ്പോഞ്ച് പോലെ എന്ന് പറയത്തില്ലയോ, അതേ കൂട്ട് ഇതൊരു സ്പോഞ്ച് കൂട്ടുള്ളതാണ്. ആൻഡ് ഇലാസ്റ്റിക് ഓർഗൻ, ഇലാസ്റ്റിക് ആണ് എന്ന് പറയുമ്പോൾ വലിയവരിക്കും. ഓക്കെ, protected by the rib cage and rest of the muscular sheet called diaphragm. എന്ന് പറയുമ്പോൾ റിബ് കേജ് കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്ത, ബാക്കിയുള്ളതിന് മസ്കുലർ ഷീറ്റ് കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തതാണ്. മസ്കുലർ ഷീറ്റ് പറയുന്നത് ഡിയാഫ്രഗ്, എനിക്ക് അത് കൃത്യമായിട്ട് അറിയത്തില്ല. ഓക്കെ, അബൌട്ട് അൽവിയോളി, മൈക്രോസ്കോപ്പിക് എയർ സാക്സ് ഫൗണ്ട് അറ്റ് വെരി എൻഡ് ഓഫ് ദ ബ്രോഞ്ചിയോൾസ്. അതെന്ന് പറയുമ്പം മൈക്രോസ്കോപ്പിക് എയർ സാക്സ് എന്ത് കൊടുക്കും, മൈക്രോസ്കോപ്പിക് എയർ സാക്സ് എന്ന് പറയുമ്പം അത്ര ചെറുതായിട്ടുള്ളൊരു എയർ സാക്ക് എന്ത് കൊടുക്കും, ഏറ്റവും വെരി എൻഡ് ഓഫ് ദ ബ്രോങ്കിയോൾസ്, ഏറ്റവും അറ്റത്ത് അല്ലെങ്കിൽ ഏറ്റവും എൻഡിൽ കണ്ടുവരുന്നതാണ്. ദെയർ വാൾസ് ആർ എക്സ്ട്രീംലി തിൻ ആൻഡ് മോയിസ്റ്റ് ടു അലോ ഫോർ ഫാസ്റ്റർ ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസ്. അതിൻ്റെ വാൾ എക്സ്ട്രീംലി തിൻ ആൻഡ് മോയിസ്റ്റ്, ഭയങ്കര നല്ല തിന്നായിട്ടുള്ളത് മോയിസ്റ്റ് ആയിട്ടുള്ളതാണ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റർ ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്. ദേ ആർ റിച്ച് സപ്ലൈഡ് വിത്ത് ഡെൻസ് ഓഫ് നെറ്റ്വർക്ക് ആൻഡ് ബ്ലഡ് കാപ്പിലേഴ്സ്. എന്ന് പറയുമ്പോൾ അവിടത്തേക്ക് എന്ത് കൊടുക്കും, നല്ലപോലെ എന്ത് കൊടുക്കും, നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് കാപ്പിലറീസ് എന്ന് പറയുമ്പോൾ ബ്ലഡ് എത്തും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ സ്റ്റുഡൻസ്.